ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമകളെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയെന്നാണ്. ഈ ഒരു ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ ഒരു ലിസ്റ്റിൽ 9ാമത്തെ ചിത്രമാണ് രജനീകാന്ത് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ജയിലർ എന്ന ചിത്രം റിലീസിനെത്തിയ സമയത്ത് കുഴപ്പമില്ലാത്ത ഒരു ഹൈപ്പിലായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. കാരണം ബീസ്റ്റ് സിനിമയ്ക്ക് ശേഷം നെൽസൺ സംവിധാനം ചെയ്ത ചിത്രമായതുകൊണ്ടായിരുന്നു. പക്ഷേ ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് ഹെവി റെസ്പോൺസ് ഒക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിത്രം 618 കോടി രൂപയോളം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ 2ാം ഭാഗവും വരുന്നുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 8ാമത്തെ ചിത്രം ദളപതി വിജയ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ലിയോ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം വൻ ഹൈപ്പിലായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. കാരണം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം LCUവിൽ വരുന്ന ചിത്രം. പക്ഷേ ചിത്രത്തിന് ആ ഒരു ഹൈപ്പിന് അപ്പുറം പോകാനുള്ള റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ മികച്ച കളക്ഷനൊക്കെ ചിത്രം നേടിയെടുത്ത് 620 കോടി രൂപ നേടി ആ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു വിജയ് ചിത്രം കൂടെ ആയിരുന്നു. ഈ ഒരു ലിസ്റ്റിലെ 7ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് പ്രഭാസും പൃഥ്വിരാജും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള സലാർ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിനും വൻ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം KGF സിനിമയ്ക്ക് ശേഷം പ്രശാന്ത് നീൽ ഡയറക്ട് ചെയ്ത ഒരു ചിത്രവും കൂടെ ആയിരുന്നു. പക്ഷേ ഈ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് അത് ഒരു ഹെവി റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ OTTയിലൊക്കെ ഇറങ്ങിയപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം അന്ന് 625 കോടി രൂപയോളം തിയേറ്ററിൽ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിട്ടുള്ള ചിത്രം കൂടെയായിരുന്നു. ചിത്രത്തിന് ഒരു പാർട്ട് 2ഉം ഇനി തിയേറ്ററിലേക്ക് റിലീസിനെത്താനുണ്ട്. ഈ ഒരു ലിസ്റ്റിലെ 6ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് രജനീകാന്ത് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള 2.0 എന്ന ചിത്രമായിരുന്നു. ചിത്രം അന്ന് എക്കാലത്തെയും വലിയ റിലീസും എക്കാലത്തെയും വലിയ ഹൈപ്പിലായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. എന്തിനും ചിത്രത്തിന്റെ 2ാം ഭാഗം ശങ്കർ സംവിധാനം ചെയ്യുന്നു, ബിഗ് ബഡ്ജറ്റ് ചിത്രം, അങ്ങനെ പല പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ ഹൈപ്പ് കയറാൻ. പക്ഷേ അതേ രീതിയിലുള്ള റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് 665 കോടി രൂപ നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് പ്രഭാസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള കൽക്കി 2898 AD എന്ന ചിത്രമാണ്. ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് ഹൈപ്പ് ഉണ്ട്, എന്നാലും വലിയൊരു ഹൈപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. കാരണം കണ്ടിന്യൂസ് ഒരു പരാജയത്തിന്റെ ഒരു സമയത്ത് നിൽക്കുമ്പോൾ പ്രഭാസിന്റെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ചിത്രം, കൂടാതെ ആദിപുരുഷും ഇതുപോലെ തന്നെ ബിഗ് ബഡ്ജറ്റിലൊക്കെ റിലീസിനെത്തി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം 600 കോടി രൂപയ്ക്ക് എടുത്തു വെച്ചെങ്കിൽ ആ രീതിയിലുള്ള വിഷ്വലും മേക്കിങ്ങും എല്ലാം തന്നെ മികച്ചതായി നിന്ന് ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് 1000 കോടി രൂപയ്ക്ക് മണി ഗ്രോസ് കളക്ഷൻ നേടി 1020 കോടി രൂപ ചിത്രം ഗ്രോസ് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ഒരു പ്രഭാസ് ചിത്രം കൂടെയായിരുന്നു. പ്രഭാസിന് ഒരു കിടിലൻ കമ്പാക്ക് കൊടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടെയായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് യാഷ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള KGFന്റെ 2ാം ഭാഗമാണ്. ചിത്രത്തിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിന് എന്തോ ഒരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടോ അതിനപ്പുറം വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു KGFന്റെ 2ാം ഭാഗം. ചിത്രം വന്ന് 1220 കോടി രൂപ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ചിത്രമായിരുന്നു. ചിത്രം വന്ന് എക്കാലത്തെയും വലിയൊരു ഫാൻ ബേസ് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ചിത്രം തന്നെയാണ് KGFന്റെ 2ാം ഭാഗം. എന്തായാലും KGF ചിത്രത്തിന് ശേഷം യാഷിന്റെ ആയാലും സ്റ്റാർഡം വലിയ രീതിയിൽ തന്നെ ഹൈ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 3ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള ഒരു രാജമൗലി ചിത്രമാണ്. RRR എന്നാണ് ചിത്രത്തിന്റെ പേര്. ബാഹുബലി ചിത്രത്തിന് അപ്പുറം എത്തിയില്ലെങ്കിലും ഏകദേശം ആ ഒരു ലെവൽ എത്തി. കിടിലം വിഷ്വൽസും കിടിലം മേക്കിങ്ങിലും ഒക്കെ വലിയ രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് 1280 കോടി രൂപ കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് ജൂനിയർ ഇന്ത്യനും രാംചരനും ഒക്കെ ആയിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് അല്ലു അർജുൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള പുഷ്പ ചിത്രത്തിന്റെ 2ാം ഭാഗമായിട്ടുള്ള പുഷ്പ ദി റൂൾ എന്ന ചിത്രമാണ്. പുഷ്പ ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മുടെ കേരളത്തിലൊക്കെ അത്ര റെസ്പോൺസ് നേടാൻ സാധിച്ചില്ല. ഹിന്ദിയിലൊക്കെ ചിത്രത്തിന് വൻ കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ആ സമയത്തൊക്കെ പ്രമോഷൻ എന്ന രീതിയിൽ 2000 കോടിയൊക്കെ അടിച്ചെന്നുള്ള പോസ്റ്ററൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഏകദേശം തിയേറ്ററിൽ നിന്ന് 1705 കോടി രൂപ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ടോപ്പ് ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രവും ആ വർഷത്തെ തന്നെ ടോപ്പ് ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡൊക്കെ ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് പ്രഭാസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ബാഹുബലി ചിത്രത്തിന്റെ 2ാം ഭാഗം. ബാഹുബലി ചിത്രത്തിന്റെ 1ാം ഭാഗം എത്രയോരം വലിയൊരു ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി. അതിന് പാർട്ട് 2ന് എന്തോരം ഹൈപ്പ് കൊടുത്തു അതേ ഹൈപ്പിന് അപ്പുറം പോയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ബാഹുബലി ചിത്രത്തിന്റെ 2ാം ഭാഗം. ഈ ഒരു ചിത്രം ഏകദേശം 1805 കോടി രൂപ സ്വന്തമാക്കി ഇപ്പോഴും 1ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ചിത്രം തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ള 2 ചിത്രങ്ങൾ രജനീകാന്ത് ചിത്രമാണ് ജയിലറും 2.0യും. ഇതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള മറ്റൊരു നടൻ എന്ന് പറഞ്ഞാൽ അത് പ്രഭാസ് ആണ്. പ്രഭാസിന്റെ 3 ചിത്രങ്ങൾ ഹൈയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. സലാറും ബാഹുബലി 2ഉം കൂടാതെ തന്നെ കൽക്കി എന്ന ചിത്രവും. ഇതിൽ പറയുകയാണെങ്കിൽ ബാഹുബലി 2ഉം കൽക്കി എന്ന ചിത്രവും 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം കൂടിയാണ്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക.